ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന പുരോഹിതൻ ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് നിൽക്കണമോ, അതോ സ്വർഗത്തിലേക്ക്, അൾത്താരയിലേക്ക്, മദ്ബഹായിലേക്ക്, കുരിശിലേക്ക് നോക്കി നിൽക്കണമോ? എങ്ങനെയായാലും കുഴപ്പമില്ലെന്ന് ബഹുഭൂരിപക്ഷം ചിന്തിക്കുന്നു. അച്ഛൻ എങ്ങോട്ട് തിരിഞ്ഞാലും ഞങ്ങൾക്ക് കുർബാന മതി എന്ന് പല അൽമായരും ചിന്തിക്കുന്നുണ്ട്. ഈ യാഥാർത്ഥ്യത്തിൻ്റെ ഉൾപ്പൊരുളുകളിലേക്ക് നമ്മളിവിടെ കടന്നു വരികയാണ്. ഓർക്കണം, 1965 ശേഷമാണ് ജനാഭിമുഖ ബലിയർപ്പണം ലത്തീൻ സഭയിൽ ആരംഭിച്ചതും അത് സുറമലബാർ സഭയിലേക്കും വന്നത്. ഇതിന് പ്രത്യക്ഷമായും പരോക്ഷമായുമുള്ള കാരണങ്ങളുണ്ട്. പ്രത്യക്ഷമായ കാരണം എന്ന് പറഞ്ഞാൽ, രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ആരാധനാക്രമത്തിലൂടെ സഭയെ നവീകരിക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ ആരാധനാക്രമത്തിൻ്റെ ബാഹ്യമായ കാര്യങ്ങൾക്ക് മാറ്റം വന്നു. അതിലൊന്നാണ് പുരോഹിതൻ ജനങ്ങളെ തിരിഞ്ഞ് ബലിയർപ്പിക്കാൻ തുടങ്ങിയത്. അത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, യൂറോപ്യൻ സഭ കൂടുതലായി പെന്തക്കോസ്ത് സഭാംഗങ്ങൾക്കിടയിലാണ്. അതുകൊണ്ട് പെന്തക്കോസ്ത ചിന്താഗതികൾ ഒത്തിരി കത്തോലിക്കയിലേക്ക് കടന്നു വന്നു. മാത്രമല്ല, പുരോഹിതർ ചിന്തിക്കാൻ തുടങ്ങി, പെന്തക്കോസ്ത പാസ്റ്റർമാരെ പോലെ ബലിയർപ്പിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അകത്തോലിക്കരായിട്ടുള്ളവരും സഭയിലേക്ക് വരും. അങ്ങനെ അറിഞ്ഞോ അറിയാതെയോ പെന്തക്കോസ്ത ആശയങ്ങളും സ്വീകരിച്ച് സഭയുടെ ഔദ്യോഗികമായ യാതൊരു അംഗീകാരവുമില്ലാതെ ജനങ്ങൾ കൂടുതൽ വരുമെന്ന് കരുതിക്കൊണ്ട് പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റർമാരെ അനുകരിച്ചുകൊണ്ടാണ് ജനാഭിമുഖ ബലിയർപ്പണം തുടങ്ങിയത്. ഇവിടെ നമ്മൾ ഓർക്കണം, അകത്തോലിക്ക വിഭാഗങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് കൂദാശകളില്ല, പരിശുദ്ധ കുർബാനയില്ല. അവർ പരിശുദ്ധ കുർബാന ബലിയെ നിഷേധിച്ചു. പകരം പരിശുദ്ധ കുർബാന വെറും ഒരു സ്നേഹ സൗഹൃദ വിരുന്നാണെന്ന് അവർ സ്ഥാപിച്ചെടുത്തു. ഈ ആശയങ്ങൾ സഭയിലേക്കും കടന്നു വന്നു. അതാണ് പ്രത്യക്ഷമായ കാരണം. ഇക്കാര്യത്തെക്കുറിച്ച് വിശുദ്ധ ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പയുടെ സഭയും പരിശുദ്ധ കുർബാനയും എന്ന ചാക്രി ലേഖനത്തിൽ 10ാമത്തെ നമ്പറിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനി പരോക്ഷമായ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ചിന്താഗതികളിൽ വന്നുപോയിട്ടുള്ള പ്രശ്നങ്ങൾ. അതിലൊന്ന്, സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് മിസ്റ്റിസിസമാണ്. പരിശുദ്ധ കുർബാന എന്ന് പറയുന്നതും മിസ്റ്റിസിസത്തിലൂടെയുള്ള ആഘോഷമാണ്. അതായത് ഈശോ മിശിഹ സെഹിനൂട്ടിശാലി പരിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ ഭൂതകാലത്തെ പെസഹ ആഘോഷവും നാളെ മുതൽ നടക്കാൻ പോകുന്ന ഈശോയുടെ പീഡാനുഭവവും മരണവും ഉത്ഥാനവും സ്വർഗാരോഹണവുമെല്ലാം ഈശോ മനസ്സിൽ കാണുന്നുണ്ട്, സഭയെ മനസ്സിൽ കാണുന്നുണ്ട്. ആ മിസ്റ്റിസിസത്തിൽ നിന്നുകൊണ്ടാണ് ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. എങ്കിൽ ഇന്ന് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും, വൈദികനും ഈശോയെപ്പോലെ മിസ്റ്റിസിസത്തിൽ ഈശോയുടെ പീഡാനുഭവവും മരണവും ഉത്ഥാനവും സ്വർഗാരോഹണവും അതുപോലെ ദൈവം സഭയ്ക്ക് നൽകുന്ന എല്ലാ കൃപകളെ ഓർത്തുകൊണ്ട് ദർശിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാനായിട്ട് സാധിക്കണം. പക്ഷേ അമിതമായ മനഃശാസ്ത്രത്തിൻ്റെ സ്വാധീനം കൊണ്ടും ആധ്യാത്മികത ലളിതമായിരിക്കണം എന്നുള്ളത് കൊണ്ടും മിസ്റ്റിസിസം സഭയ്ക്ക് അന്യം നിന്ന് പോയപ്പോൾ പരിശുദ്ധ കുർബാനയും ബാഹ്യമായിട്ട് വൈദികനെ കണ്ടുകൊണ്ട് തൃപ്തി അടയുന്ന ഒരു കാര്യമായിട്ട് അധപതിച്ചു പോയി. രണ്ടാമതായിട്ട്, ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം ജനങ്ങളിൽ വളരെ പ്രചാരം ലഭിച്ചു. നിരീശ്വരവാദ പരിണാമ സിദ്ധാന്തത്തിലൂടെ മനുഷ്യൻ സ്വയം പരിണമിച്ചുണ്ടായതാണെന്നും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട് ദൈവത്തിലെത്താൻ, സ്വർഗത്തിലെത്താൻ, നിത്യജീവനിലേക്ക് എത്താൻ സൃഷ്ടിക്കപ്പെട്ടവനാണെന്നുള്ള ബോധം അവന് നഷ്ടമായിപ്പോയി. സത്യത്തിൽ ഈ പ്രപഞ്ചം വെറുതെ ഉണ്ടായതല്ല, ഈ ജീവൻ വെറുതെ ഉണ്ടായതല്ല. ജീവനിൽ നിന്ന് മാത്രമേ ഉണ്ടാകൂ എന്ന് ലൂയിസ് പാസ്റ്റർ ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുണ്ട്. വലിയ ദൈവശാസ്ത്രജ്ഞനും കൂടിയായ തെയാർ ദെ ഷർദാൻ ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുണ്ട്.
മനുഷ്യൻ കുരങ്ങിൽ നിന്ന് പരിണമിച്ചതല്ല. പക്ഷേ ഇങ്ങനെയുള്ള ആശയങ്ങൾക്ക് പ്രാധാന്യം കിട്ടുന്നതിന് മുമ്പ് സ്വർഗത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ ചിന്താഗതി നഷ്ടപ്പെട്ടു പോയി. സ്വർഗം ഭൂമിയിലാണ് എന്ന ചിന്താഗതി അവിടെ വന്നു കഴിഞ്ഞു. അങ്ങനെ വന്നപ്പോൾ പരിശുദ്ധ കുർബാനയാകുന്ന സ്വർഗീയ വിരുന്ന് വെറും സ്നേഹ വിരുന്നായിട്ട് മാറി. അത് പ്രൊട്ടസ്റ്റന്റിൻ്റെ സ്വാധീനം കൂടി കൊണ്ടാണ് എന്ന് നമ്മൾ ഓർക്കണം. സ്വർഗരാജ്യം ഭൂമിയിലാണെന്നുള്ള ആശയം മാർക്സിസ്റ്റ് ചിന്താഗതി കൂടിയാണ്. അതിനും പ്രചാരം ലഭിച്ചു. അതുപോലെ മൂന്നാമതായി ഫ്രോയിഡിൻ്റെ തെറ്റായ മനഃശാസ്ത്രം. ആ മനഃശാസ്ത്രം അനുസരിച്ച് മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അവൻ്റെ ലൈംഗിക ആസക്തിയാണ്. അതുകൊണ്ട് അവൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ടത് ഈ മേഖലയിലാണ്. പക്ഷേ മനുഷ്യൻ പ്രശ്നങ്ങൾക്ക് നേരത്തെ പരിഹാരം കണ്ടെത്തിയിട്ടുള്ളത് ദൈവത്തിലേക്ക് നോക്കിയും സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ടാണ്. ആ ചിന്താഗതിക്ക് കുറവ് വന്നുപോയി. അതുപോലെ തന്നെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം സഭയിൽ വളർന്ന ഒരു ദൈവശാസ്ത്ര ശാഖയാണ് ലിബറേഷൻ തിയോളജി. അത് സഭയെ വിശുദ്ധീകരിച്ചിട്ടുണ്ട്, വളർത്തിയിട്ടുണ്ട് എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് തന്നെ അതിന് വലിയൊരു ദോഷവും ചെയ്തു. അതായത് ലിബറേഷൻ തിയോളജിയുടെ കാഴ്ചപ്പാടനുസരിച്ച് പരിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ ഈശോയുടെ ഓർമ്മയ്ക്കായിട്ട് ഈശോയുടെ ജനന ജീവിത പീഡാനുഭവ മരണ ഉത്ഥാന സ്വർഗാരോഹണ രഹസ്യങ്ങൾ ആഘോഷിക്കുക എന്നതിനേക്കാൾ കൂടുതലായി മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ ആഘോഷിക്കുക, നീതിക്കും സത്യത്തിനും വേണ്ടിയുള്ളതായ കാര്യങ്ങളെ ആഘോഷിക്കുക, എൻ്റെ അനുഭവത്തെ ആഘോഷിക്കുക എന്ന ആശയത്തിന് പ്രാധാന്യം ലഭിച്ചു. അതുകൊണ്ട് വൈദികൻ കേന്ദ്രബിന്ദുവായി മാറി. കുർബാനയുടെ വിഷയം സാമൂഹികമായ പ്രശ്നങ്ങളുടെ ചർച്ചയായിട്ട് മാറി. അതിനോട് ചേർന്ന് വരുന്ന അഞ്ചാമത്തെ പ്രധാനപ്പെട്ട കാരണമാണ് സാംസ്കാരിക അനുരൂപണ തത്വം. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ സാംസ്കാരിക അനുരൂപണം സഭയിൽ നടന്നതുകൊണ്ടാണ് വ്യത്യസ്തമായ റീത്തുകൾ ഉണ്ടായത്. പക്ഷേ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ആ ആശയത്തിന് അമിതമായ പ്രാധാന്യം നൽകപ്പെട്ടപ്പോൾ പരിശുദ്ധ കുർബാന എന്തായിത്തീർന്നു? ഈശോയുടെ ജനന ജീവിത പീഡാനുഭവ മരണ ഉത്ഥാന പെന്തക്കുസ്ത അനുസ്മരണത്തെക്കാളും ആഘോഷത്തെക്കാളൊക്കെ കൂടുതലായി സംസ്കാരത്തിൻ്റെ ആഘോഷമായിട്ട് മാറി. ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഒക്കെ ആഘോഷമായിട്ട് മാറിയപ്പോൾ ഇന്ത്യൻ മാസം ഒക്കെ സഭയിൽ ഉണ്ടായിപ്പോയി. അങ്ങനെ വൈദികൻ കേന്ദ്രമായിട്ട് തീർന്നു. പരിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ വൈദികൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന രീതിയിലുള്ള ചിന്താഗതി വന്നുപോയി. അതുകൊണ്ടാണ് ജനാഭിമുഖ ബലിയർപ്പണം പ്രചാരത്തിൽ വന്നത്. ഈ തെറ്റുകളെ തിരുത്താനായിട്ട് ലത്തീൻ സഭയിൽ പ്രത്യേകമായി വിശുദ്ധ ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പ സഭയും പരിശുദ്ധ കുർബാനയും എന്ന ചാക്രി ലേഖനത്തിലൂടെ ശ്രമിച്ചിട്ടുണ്ട്. സീറോ മലബാർ സഭയെ സംബന്ധിച്ച് പറയുമ്പോഴും ശക്തമായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് കത്തോലിക്ക തിരുസഭയ്ക്ക് രക്ഷ കിട്ടണമെങ്കിൽ അത് ദൈവോന്മുഖതയിലേക്ക് സ്വർഗോന്മുഖതയിലേക്ക് വരണം. ദൈവത്തെ ആരാധിക്കാൻ, തൃത്വത്തെ ആരാധിക്കാൻ തയ്യാറാകണം. സഭയിൽ അറിഞ്ഞും അറിയാതെയും വന്നുപോയിട്ടുള്ള അമിതമായ പരിണാമ സിദ്ധാന്തത്തിൻ്റെയും മാർക്സിയൻ തിയറിയുടെയും മനഃശാസ്ത്രത്തിൻ്റെയും എല്ലാ തെറ്റുകളെ തിരുത്തിക്കൊണ്ട് സഭ വളരുവാൻ, ആരാധനക്രമത്തിലൂടെ വളരുവാൻ, ആരാധനക്രമത്തിലൂടെ നവീകരണത്തിലേക്ക് വളരുവാൻ ഇടയാകട്ടെ. ഈ ഒരു കൃപയ്ക്ക് വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.